ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആർടെക്സ്. ഇന്നത്തെ വീഡിയോ ട്രാക്കിങ്ങിൻ്റെ പാർട്ട് 2 ആണ്. സോ നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സിന്തൈ വെച്ചിട്ടായിരുന്നു നമ്മൾ അന്ന് വീഡിയോ ട്രാക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് വീഡിയോ ട്രാക്ക് ചെയ്യുന്നത് ആഫ്റ്റർ എഫക്ട്സിൻ്റെ വീഡിയോ ട്രാക്കിംഗ് ഡാറ്റ നമുക്ക് ബ്ലെൻഡറിലേക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് 2 പ്ലഗിൻസ് ഉണ്ട്. അതായത് ബ്ലെൻഡർ വരുമ്പം ഒരു ആഡ് ഓണും ആഫ്റ്റർ എഫക്ട്സിൽ ഒരു പ്ലഗിന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന പരിപാടി നടക്കത്തുള്ളൂ. സോ അതിനായിട്ട് ബ്ലെൻഡറിൽ ഞാൻ പ്രിഫറൻസിൽ പോയിട്ട് അവിടെ ആഡ് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരെ നമുക്ക് ആഡ് ഓൺസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു ആരോ മാർക്കിൽ പോയിട്ട് ഇമ്പോർട്ട് ഫ്രം ഡിസ്ക് ഇത് ക്ലിക്ക് ചെയ്യുക. കൊടുത്തതിന് ശേഷം 8 ബ്ലെൻഡ് ഇവിടെയാണ് ആ ഫയൽ കിടക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫയലിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനേ ഉള്ളൂ. സോ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഇതിൻ്റെ പേരുണ്ടല്ലേ, ആഫ്റ്റർ എഫക്ട്സ് ടു ബ്ലെൻഡർ ഇമ്പോർട്ട്, അതായത് ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ആഡ് ഓൺ ആണിത്. സോ ഇത് ഞാൻ ക്ലിക്ക് ചെയ്തു, ഇമ്പോർട്ട്. സോ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആഫ്റ്റർ എഫക്ട്സ് ഓൾറെഡി ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് റിമൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ ടിക്ക് ചെയ്താൽ മതി, എനിക്കത് ആയിക്കോളും. എന്നിട്ട് ഞാനത് സേവ് പ്രിഫറൻസ് എന്ന് പറയുന്ന സംഭവം കൊടുക്കുക. അത് മറക്കരുത്, കാരണം അടുത്ത വട്ടം ചിലപ്പോൾ നിങ്ങൾ ബ്ലെൻഡർ ഓൺ ആക്കുമ്പം നിങ്ങളുടെ ആഡ് ഓൺസ് ഒന്നും അതിൽ കണ്ടെന്ന് വരത്തില്ല, അല്ലെ വീണ്ടും പോയി എനേബിൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എവിടെയാണ് ആഡ് ഓൺ വന്നിരിക്കുന്നത് നോക്കിയാൽ നമ്മുടെ ഈ സൈഡിലൊന്നുമില്ല, വേറെ എവിടെ ഇല്ല. ഇത് വരുന്നത് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയങ്ങളിലാണ്. ഓക്കെ, അതായത് നേരെ ഫയലിൽ ഇമ്പോർട്ട്, ഇവിടെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടുണ്ടല്ലേ. നമുക്ക് ഇവിടെ ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ ഫയൽ എടുക്കുക, സ്ക്രിപ്റ്റ്സ് എന്നതിനകത്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, സ്ക്രിപ്റ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയതിനു ശേഷം ഇൻസ്റ്റാൾ സ്ക്രിപ്റ്റ് ഫയൽ ഇത് സെലക്ട് ചെയ്യുക. സോ ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് എന്താണ്, റീസ്റ്റാർട്ട് ആഫ്റ്റർ എഫക്ട്സ് എന്നാണ് കാണിക്കുന്നത് അല്ലേ. സോ റീസ്റ്റാർട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വീഡിയോ. സോ ഓക്കെ, സോ ഈ ക്ലിപ്പിൽ 3D ക്യാമറ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് അനലൈസിങ് എന്ന് പറഞ്ഞ് കാണിക്കും. സോ ഇവിടെ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് അനലൈസസ്, അതും ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ ട്രാക്ക് ആയിട്ടുണ്ട്. പക്ഷെ ട്രാക്കിംഗ് പോയിന്റ്സ് ഒന്നും നേരെ കാണാൻ പറ്റുന്നില്ല അല്ലേ, ഉണ്ടോയെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല അല്ലേ. സോ ഈ ഒരു 3D ക്യാമറ, അതായത് ഈ എഫക്ട്സിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പോയിന്റ്സ് കാണാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ മൗസ് ഓരോരുത്തരത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്, അതായത് പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. ഇത്രയും ഭാഗത്ത് നമുക്ക് ആവുന്നുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കഴിയുമ്പോൾ എന്താണ്, ഇത് ഭയങ്കര സൈസായിട്ടുണ്ടല്ലേ. സോ ഞാനിപ്പോൾ ട്രാക്കിംഗ് പോയിന്റ്സിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുകയാണ്. നമ്മൾ ദൂരോട്ട് വരുമ്പം തീരെ ചെറുതായിപ്പോൾ അല്ലേ. സോ ഓക്കെ, കുഴപ്പമില്ല. ഇത്രയും ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു സോളിഡ് ആഡ് ചെയ്യാം. ഇവിടെ അല്ലെങ്കിൽ നമുക്ക് എവിടൊക്കെ വേണോ അവിടൊക്കെ ഇതുപോലെ ഓരോ സോളിഡ് ആഡ് ചെയ്യണം. നിങ്ങൾ എവിടൊക്കെ വേണോ അവിടൊക്കെ ഓരോ സോളിഡ് ക്രിയേറ്റ് ചെയ്യുക. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇത് കൊടുത്തു, ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു. ഇവിടെ ഞാനൊരു സോളിഡ് കൊടുത്തു. ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അവിടെ സ്റ്റിക്ക് ആയിട്ടുണ്ടല്ലേ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇതിനെയൊക്കെ ആഫ്റ്റർ എഫക്ട്സിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ JSON ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഫയല്, സ്ക്രിപ്റ്റ്, എക്സ്പോർട്ട്, കോമ്പോസിഷൻ നമ്മുടെ JSON ഫോർമാറ്റിൽ കൊടുക്കുക. ഇവിടെ സേവ് ടു, എവിടെയാണ് നമുക്കിത് എക്സ്പോർട്ട് ചെയ്യേണ്ട ആ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കണം. എക്സ്പോർട്ട് എന്ന് പറയുന്ന സംഭവം കൊടുക്കുക. നമുക്ക് ബ്ലെൻഡറിൻ്റെ വ്യൂ പോർട്ടിലേക്ക് പോകാം. സോ ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ട്. സോ ഈ ആഫ്റ്റർ എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ. പക്ഷെ ഇവിടെ വിഷ്വലൊന്നും വന്നിട്ടില്ല, അതായത് ഇത് കണ്ടില്ലേ, നമ്മുടെ വീഡിയോ വന്നിട്ടില്ല. സോ വീഡിയോ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട്
ക്യാമറ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ക്യാമറയുടെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ്, ഈ ഫയലിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തപ്പോൾ എന്തായി, പ്രോപ്പറായിട്ട് സെറ്റായി. ഇപ്പോഴും ഒരു മിസ്റ്റേക്ക് ഇവിടെ ഉണ്ട്, ചെക്ക് ചെയ്തോണം. ഒരു ചെറിയ ജെർക്ക് ഫീൽ ആവുന്നുണ്ട്, കണ്ടോ? ഇവിടെ കണ്ടോ, ഒരു ജെർക്ക് ഫീൽ ആവുന്നുണ്ട്, കണ്ടോ? കണ്ടോ? ഈ പോയിന്റിലേക്ക് നോക്ക്, ഈ പോയിന്റിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കണ്ടോ? മേളിട്ട് പോകുന്നു, താഴ്ത്ത് കയറുന്നു, കണ്ടോ? ഈ പ്രശ്നം ഇവിടെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ട്രാക്കിങ്ങിന്റെ ഡേറ്റ. ആഫ്റ്റർ എഫക്ട്സിൽ ഇതിന്റെ ട്രാക്ക് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? 0 എന്നാണ് നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിൽ ടൈമിങ് വരുന്നത്. പക്ഷേ ബ്ലെൻഡറിൽ 1 എന്നാണ് ടൈമിങ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സെലക്ട് ചെയ്തിട്ട് പ്രസ് ചെയ്യുക, ഇവിടെ ഈ ടാബിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് മൊത്തത്തിൽ കാണണമെങ്കിൽ കീബോർഡിൽ ഹോം ബട്ടൺ പ്രസ് ചെയ്താൽ മതി, ഇങ്ങനെ വരും. ശേഷം ഈ 0യുടെ ഭാഗം നമ്മൾ നന്നായിട്ട് സൂം ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം G പ്രസ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് നീക്കുക, കണ്ടോ? ഇവിടെ ഇത്രയും കയറി ഇറങ്ങി വരുന്നു. ഇവിടെ ചെല്ലുമ്പോഴത്തേക്കിന് ഇവിടെ അത് കറക്റ്റായിട്ടിരിക്കുന്നു. സോ ഇതിന്റെ ആവശ്യം എനിക്കില്ല. എന്നാൽ ഇത് അത്യാവശ്യം ഓക്കെ ആയിട്ടാണ് ഈ ഒരു പോയിന്റ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. ഞാൻ അല്ലെങ്കിൽ ഇത് തൽക്കാലം ഞാൻ ഹൈഡ് ആക്കുവാണ്. സോ ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ M പ്രസ് ചെയ്തിട്ട് ഒരു ന്യൂ കളക്ഷൻസ് ഉണ്ടാക്കുകയാണ്. ഹൈഡ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. സോ ഇവിടെ വന്നിട്ടുണ്ട് ഹൈഡ് അല്ലേ, അതിൽ ഞാൻ ഈ ടിക്ക് മാർക്ക് അൺടിക്ക് ചെയ്തു. സോ അത് പോയി. സോ അത് നമ്മുടെ റെൻഡർ വ്യൂവിൽ ഒന്നിലും വരത്തില്ല കേട്ടോ. ഈ വീഡിയോയുടെ ഫയൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അവിടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഫയൽ ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇത്രയും കിട്ടിയല്ലേ. ഇനി നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാം, ഇത് ക്യാമറ എവിടെയോ ആണല്ലേ. സോ ഈ ക്യാമറ എവിടെയോ പോയി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിതിനെ ഇവിടെ ആയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഇതിനെ അലൈൻ ചെയ്യണം. അത് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാവോ? ഫസ്റ്റ് നമ്മൾ ക്യാമറ വ്യൂവിൽ പോയിട്ട് എനിക്ക് വേണ്ടുന്നത് ഇത്രയും ഭാഗമാണ് പ്രോപ്പറായിട്ട് നമ്മുടെ വേൾഡ് ഒറിജിനലിൽ അറ്റാച്ച് ആയിട്ട് വരേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ സെലക്ട് ആയതിനെ കണ്ടില്ലേ, ഈ സെലക്ട് ആയതിനെ ഞാൻ എൻ്റെ ഇതിൻ്റെ പ്രോപ്പർ ടോപ്പ് വ്യൂ നമുക്ക് അച്ചീവ് ചെയ്യണം. അതിന് പക്ഷേ ഞാൻ 7 പ്രസ് ചെയ്ത് എന്ത് ചെയ്യും, ഇത് നമ്മുടെ വേൾഡ് ഒറിജിൻ്റെ പ്രോപ്പർ ടോപ്പ് വ്യൂ ആണ് വന്നിരിക്കുന്നത് അല്ലേ. പക്ഷേ എനിക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർ ടോപ്പ് വ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ Shift 7 പ്രസ് ചെയ്താൽ കിട്ടുമോ? എന്ത് പറ്റി, പ്രോപ്പർ സൈഡ് വ്യൂ ആ. സോ ഞാൻ Shift 1 പ്രസ് ചെയ്തു. ഇപ്പം എന്ത് പറ്റി, എനിക്ക് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. കണ്ടില്ലേ, പ്രോപ്പറായിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലൈൻ കണ്ടല്ലോ, നമ്മളെ ഈ ലൈനിലോട്ട് Shift പ്രസ് ചെയ്ത് ഇങ്ങോട്ട് നോക്കി, സെറ്റല്ലേ? ഇവിടെയും സെറ്റല്ലേ? നോക്കുക, ഈ ലൈൻ ഇതും സെറ്റല്ലേ? ഇപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലായി, ഇത് പ്രോപ്പർ ടോപ്പ് വ്യൂ ആണ് ഇതിൻ്റെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ബോക്സിനെ സെലക്ട് ചെയ്തിട്ട് ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡിൽ പോയതിനു ശേഷം Shift S പ്രസ് ചെയ്തതിന് ശേഷം കേസർ ടു സെലക്റ്റഡ്, അതായത് കേസറിനെ സെലക്ട് ചെയ്ത ഭാഗത്തേക്ക് കൊണ്ടുവരിക. ക്ലിക്ക് ചെയ്ത് ഇപ്പം എന്തായി, ഈ കാണുന്നതിൻ്റെ കറക്റ്റ് സെൻറ്ററായിട്ട് നമുക്ക് 3D കേസറിനെ കിട്ടിയിട്ടുണ്ട്. ഒബ്ജക്റ്റ് മോഡിലേക്ക് പോവാണ്. മൊത്തത്തിൽ ഒരു കാൽക്കുലേഷൻ എടുത്തിട്ടാണ് ഇതിൻ്റെ സെൻറ്റർ വന്നിരിക്കുന്നത്. Shift A ഒരു പ്ലെയിൻ ആഡ് ചെയ്തു. സോ ഈ പ്ലെയിൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് പാരൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ഒരു മെഷ് ആഡ് ചെയ്തപ്പോൾ, അതായത് ഇവിടെ ഏതൊരു ഒബ്ജക്റ്റ് ആഡ് ചെയ്താലും ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ടാബ് കാണും. സെലക്ട് ചെയ്യുക. ഇങ്ങനെയുള്ളതിൽ ഇവിടെ അതിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൈസ് വേണമെങ്കിൽ കൂട്ടിയതിന് ശേഷം അവിടെ റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. റൊട്ടേഷൻ നിങ്ങൾക്ക് വേണേൽ ചേഞ്ച് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഈ വേൾഡ് കണ്ടോ, അലൈൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ അത് വെക്കുക. അതിനുശേഷം വ്യൂ, ഞാനിപ്പോൾ കാണുന്ന വ്യൂ അതാണ് ഉദ്ദേശിക്കുന്നത്. സോ വ്യൂ കൊടുത്തപ്പോൾ എന്തായി, നമ്മൾ കാണുന്നതിന് നേരെ ഇത് അലൈൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ സൈസ് വീണ്ടും കൂട്ടുകയാണ്. കൂട്ടിയിട്ട് കണ്ടില്ലേ, കറക്റ്റ് അല്ലേ? സോ ഞാൻ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് നേരെ നമ്മുടെ വ്യൂവിൽ നിന്ന് വെളിയിലോട്ട് വരുവാണ്. എന്നിട്ട് എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് മോഡിൽ പോയി എന്നിട്ട് ഇവിടെ നോർമൽ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. സോ ഇപ്പം ഞാൻ എക്സ്ട്രൂഡ് ചെയ്യുമ്പം എൻ്റെ ഫേസ് എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും അത് എക്സ്ട്രൂഡ് ആവുക. സോ ഇങ്ങനെ എനിക്ക് കിട്ടിയല്ലോ അല്ലേ. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടിയത് വേറൊന്നും കൊണ്ടല്ല, എനിക്കിത് കാണണം.
ഇല്ലെങ്കിൽ പോയി തപ്പിപ്പിടിച്ച് ഡബിൾ ക്ലിക്ക് ഒന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ മൊത്തം ട്രാക്കിങ്, അതായത് നമുക്ക് ഇവിടുന്ന് കിട്ടിയ എല്ലാത്തിനെയും കൂടെ പിടിച്ചിട്ട് നമ്മൾ ഇതിനെ ആക്റ്റീവ് ഒബ്ജക്റ്റ് ആക്കിയിട്ട് ലാസ്റ്റ് സെലക്ട് ചെയ്യുക, ഏറ്റവും ലാസ്റ്റ് ഈ ബോക്സ് സെലക്ട് ചെയ്യുക, എന്നിട്ട് പേരൻ്റ് കൊടുക്കുക. പക്ഷേ പേരൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്നറിയാവോ? ഇവിടെ ക്യാമറ നമ്മുടെ ഈ പോയിന്റിൽ അലൈൻ ആയിട്ടുണ്ട്, കണ്ടോ? അപ്പം ഇതിങ്ങനെ ഒരിക്കലും പേരൻ്റ് ചെയ്യാതിരിക്കുക. മൊത്തത്തിൽ സെലക്ട് ചെയ്യുമ്പം ക്യാമറ ഒഴിവാക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാമറ വിട്ടുപോകും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് പ്രസ് ചെയ്തു മൊത്തത്തിൽ. അതിനുശേഷം ഞാനിവിടെ വന്നിട്ട് ക്യാമറ മാത്രം അൺസെലക്ട് ചെയ്തു. വീണ്ടും ഞാനിവിടെ വന്നിട്ട് നമ്മുടെ ഈ ഒബ്ജക്റ്റിനെ അവസാനം സെലക്ട് ചെയ്തു. അതായത് ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതിനെല്ലാം ഒരു റെഡിഷും ഇതിനൊരു ചെറിയൊരു ഓറഞ്ച് കളറും വന്നിട്ടുണ്ട്, ഒരു മഞ്ഞ ഇത് കണക്കത്തെ. സോ അതിനർത്ഥം ഇതാണിപ്പം നമ്മുടെ ആക്റ്റീവ് ഒബ്ജക്റ്റ്. സോ Ctrl+P കൊടുത്തിട്ട് ഞാൻ എപ്പോഴും കൊടുക്കുന്നത് കീപ് ട്രാൻസ്ഫോം ആണ്. സോ കീപ് ട്രാൻസ്ഫോം കൊടുത്തു. ഇപ്പം എന്തായി, എനിക്ക് മൊത്തത്തിനെ കൺട്രോൾ ചെയ്യാം. ഇത്ര നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ ഇവിടെ കൊണ്ട് നീക്കി വെക്കുക, റൊട്ടേഷൻ ചെയ്യുക, ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇനിയിപ്പം ഈ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതിൻ്റെ പൊസിഷൻ, റൊട്ടേഷൻ, സ്കെയിൽ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോവാം. സോ റീസെറ്റ് ചെയ്യുന്ന ബ്ലെൻഡറിലെ ബട്ടണാണ് ആൾട്ട്. ഓക്കെ, സോ ഞാൻ ആൾട്ട് ആദ്യം ഞെക്കി. നമ്മൾ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് G ആണല്ലേ. സോ G പ്രസ് ചെയ്തു. അപ്പോൾ എന്തായി, ഇതിൻ്റെ വേൾഡ് ഒറിജിനിലേക്ക് ഇത് അറ്റാച്ച് ആയി. ഓക്കെ, സോ നമ്മൾ ക്യാമറ വ്യൂയിലൂടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ചുവന്ന എക്സ് ലൈൻ കാണാം, ഇതുവഴി ഇങ്ങനെ വൈ ലൈനും കാണാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ആൾട്ട് പ്രസ് ചെയ്ത് വീണ്ടും റൊട്ടേഷൻ ഞെക്കി. ഇപ്പം എന്തായി, നമ്മുടെ 3D വ്യൂ പോർട്ടിൽ റൊട്ടേഷൻ ഇതെല്ലാം സെറ്റ്, അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ പൊസിഷൻ റീസെറ്റ് ചെയ്തു, റൊട്ടേഷൻ റീസെറ്റ് ചെയ്തു, ഇനി സ്കെയിലുള്ളത്. സോ ആൾട്ട് എസ്. സോ ആൾട്ട് എസിൻ്റെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോകത്തില്ല. കാരണം നമ്മൾ ഈ പ്ലെയിൻ ആഡ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു ചെറിയ ടാബ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിലല്ലേ നമ്മൾ സ്കെയിൽ സെറ്റ് ചെയ്ത്. അതിൽ സ്കെയിൽ സെറ്റ് ചെയ്താൽ എത്രയാണോ കിടക്കുന്നത് അതേ സെറ്റ് ആകത്തുള്ളൂ. നമ്മൾ ചുമ്മാ ഇങ്ങനെ വലിച്ച്, ഇപ്പം ഞാനിപ്പോൾ ഇത്രയും വലുതാക്കി വെച്ചു. ഇപ്പം ഞാൻ ആൾട്ട് എസ് പ്രസ് ചെയ്താൽ തിരിച്ചതിലേക്ക് വരും. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ മനസ്സിലാകാത്തവർക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയയ്ക്കുക, പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇത്രയും ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? നമ്മളപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? ഫസ്റ്റ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ വീഡിയോ ട്രാക്ക് ചെയ്തു. അതിനെ നേരെ നമ്മൾ ബ്ലെൻഡറിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഏത് പ്ലെയിനാണ്, എനിക്ക് ഈ പ്ലെയിനാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഈ പ്ലെയിൻ എടുത്തു. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഇതുപോലൊരു മെഷ് ഇതിൽ കറക്റ്റ് സെൻറ്ററായിട്ട് അലൈൻ ചെയ്യുക. എന്നിട്ട് അതിനെ നമ്മൾ പാരൻ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റൊട്ടേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ, അതുപോലെ തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് പൊസിഷൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ പൊസിഷനും റീസെറ്റ് ചെയ്യുക. സോ നമ്മുടെ സെൻറ്ററായിട്ട് വന്ന് ഇവിടെ കിടക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പാരൻ്റ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഒഴിവാക്കുക. ഈ ക്യാമറ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ക്യാമറേനെ ഒഴിവാക്കിക്കൊണ്ട് പാരൻ്റ് ചെയ്യുക. കാരണം ഈ ക്യാമറ എന്ന് പറയുന്ന സംഭവം ഓൾറെഡി ഒരു എം ടി ഇതിൽ പാരൻ്റ് ആയിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം കണ്ടില്ലേ, ആ പാരൻ്റ് ആയതിലാണ് കീ ഫ്രെയിംസ് വന്നിരിക്കുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇപ്പം നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഈ മതിലിന് നേരെ നമ്മുടെ എക്സ് പോയിരിക്കുന്നു, ഈ ഇതിന് നേരെ വൈ പോയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ഇട്ട് ഇതിനെ ശരിയാക്കാം. ഈ ഒരു സംഭവം സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എം പ്രസ് ചെയ്തിട്ട് അതിനെ ഹൈഡ് കാണിച്ചു കൊടുക്കുന്നു. സോ അത് ഹൈഡ് ആയിപ്പോളും. പക്ഷെ ഇപ്പം അത് വേണ്ട, കാരണം എനിക്ക് ഇവിടെ കുറച്ചും കൂടെ പണിയുണ്ട്. ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താണ്, പിന്നെ ഭയങ്കര ഈസി അല്ലേ? അതായത് എനിക്ക് വേണ്ടത് ഇത്രയും മതി, വേണ്ടി ഒന്ന് കുറച്ചും കൂടെ വേണമെങ്കിൽ നീട്ടാം. കാരണം ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്കൊരു ചെറിയൊരു ക്യാരക്ടറിനെ എടുത്തുകൊണ്ട് വെക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. സോ അതിനായിട്ട് ഞാൻ വ്യൂ പോർട്ടിൽ പോയിട്ട് വിസിബിള് ഷാഡോ ക്യാപ്ചർ, ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കൊരു ബോക്സ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷാഡോ ഒക്കെ പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ ഇതിൽ കാണാം അല്ലേ? ഇവിടെ കാണാൻ പറ്റും. ഇനി എനിക്ക് ഒരു ആനിമേഷൻ മോഡൽ വേണം. ഞാൻ അതിനിപ്പോൾ ഒന്നും ആനിമേഷൻ ചെയ്യാൻ പോകുന്നില്ല. കാരണം ആനിമേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു ക്യാരക്ടറിനെ വേണം. ഞാൻ അതിന് മിക്സാമോയിൽ പോവാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കണം മിക്സാമയെ കുറിച്ചിട്ട്. നമ്മുടെ മിക്സാമ ഇവിടെ വന്നിട്ടുണ്ട്. സോ മിക്സാമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ക്യാരക്ടറിനെ കിട്ടും. കണ്ടില്ലേ, ഇവിടെ നമുക്ക് കുറേ ക്യാരക്ടർ അവൈലബിൾ ആണ്, ഫ്രീ ആണ്.
നമുക്കിവിടെ ആനിമേഷൻസും കിട്ടും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറിനെ സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള ആനിമേഷനും കൊടുക്കാൻ പറ്റും. എനിക്ക് കുറച്ചും കൂടെ ഇതെടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഡൗൺലോഡ് കൊടുത്തു. ഇവിടെ ചോദിക്കും നമുക്ക് എന്തൊക്കെ വേണമെന്ന്. വിത്ത് സ്കിന്ന് വേണോ, വിത്തൗട്ട് സ്കിന്ന് വേണോ. സോ ഞാൻ വിത്ത് സ്കിൻ എടുക്കുകയാണ്. FBXലാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ കുറേ മോഡൽസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മോഡൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ അതിനെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. നമ്മുടെ സീനിലേക്ക് ഇവൻ വന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. കറക്റ്റ് നമ്മുടെ പ്ലെയിൻ്റെ മണ്ടയ്ക്കാണ്. കാരണം ഇത് നമ്മൾ കറക്റ്റ് വേൾഡ് ഒറിജിനലിൽ സെറ്റ് ചെയ്ത സംഭവമാണ് അല്ലേ. ഇപ്പോൾ ഇത് പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെയിരിക്കും കണ്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ. നിങ്ങൾക്കപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. എങ്ങനെയാണ് ആഫ്റ്റർ എഫക്ട്സിൽ നിന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ബ്ലെൻഡറിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കുറേ ആൾക്കാർക്ക് അറിയാം, കുറേ ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ അറിയത്തുമില്ല. സോ ഇത് പ്രോപ്പറായിട്ട് മൊത്തം കണ്ടവരുണ്ടെങ്കിൽ ഒരു ചെറിയ ഹെൽപ്പും കൂടെ ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ ഒരു ലൈക്കും കൂടെ തരിക. നിങ്ങളങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്താൽ പെട്ടെന്ന് വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻറ്റൻസിറ്റി എനിക്കുണ്ടാവും. സോ പ്ലീസ് ഗൈസ്, സപ്പോർട്ട് മീ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഫൈനൽ ഔട്ട് നമ്മുടെ റീൽസിൽ കാണും കേട്ടോ. റീൽസ് സെക്ഷനിൽ കാണും. അപ്പോൾ ബൈ ഗൈസ്, ബൈ.